ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗത്തെക്കുറിച്ച് വിശുദ്ധരുടെ ദർശനങ്ങൾ വളരെ മനോഹരമാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വിശുദ്ധ എലിസബത്ത് പ്രകാരം പറയുകയാണ്, 2 ദിവസത്തിനകം ഞാൻ എൻ്റെ ത്രിത്വത്തിൻ്റെ ഹൃദയത്തിലായിരിക്കും. അമല മനോഹരിയും സൂര്യചന്ദ്രന്മാരെ വെല്ലുന്ന ശോഭയുമുള്ളവളുമായ ദൈവജനനി എന്നെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കും. വിശുദ്ധ ത്രിത്വത്തോടുള്ള സഹവാസമാണ് സ്വർഗമെന്ന് വിശുദ്ധ എലിസബത്ത് ഗ്രഹിച്ചിരുന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ വാക്കുകൾ എങ്ങനെയാണ്? ഭാരക്കുറവുള്ള പക്ഷികൾ വളരെ വേഗത്തിൽ പറക്കുന്നു. ചില പക്ഷികൾ പറന്നാൽ ചിറകടി ശബ്ദം പോലും കേൾക്കുകയില്ല. ഞാനും ഒരിക്കൽ പറന്നുപോയി യേശുവിൻ്റെ മടിയിൽ ചെന്നിരിക്കും. ഈശോയുടെ മടിയിലിരിക്കുന്ന അവസ്ഥയെയാണ് അൽഫോൻസാമ സ്വർഗമായി ധ്യാനിച്ചത്. വിശുദ്ധ അമ്മ ത്രേസ്യ സദാ സ്വർഗത്തെ ധ്യാനിച്ചു വന്നിരുന്ന വ്യക്തിയാണ്. 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവൾ എങ്ങനെ പ്രാർത്ഥിച്ചു, എത്രയും വേഗം സ്വർഗത്തിലെത്തി ദൈവത്തെ എനിക്ക് നേരിട്ട് കാണണം. ഫാത്തിമയിലെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ദർശനം സിദ്ധിച്ച കുഞ്ഞുങ്ങളിൽ ദൈവം എത്രയധികമായിട്ടാണ് സ്വർഗത്തെക്കുറിച്ചുള്ളൊരു ജ്ഞാനം അവർക്ക് കൊടുത്തത്. ഒരിക്കൽ ഫ്രാൻസിസ്കോയോട് 2 സ്ത്രീകൾ ചോദിച്ചു, ആരാകാനാണ് നിനക്കിഷ്ടം? ഒരു കലാകാരനോ, ഡോക്ടറോ, പട്ടാളക്കാരനോ, പുരോഹിതനോ? ഫ്രാൻസിസ്കോ ഇതിന് മറുപടിയായി പ്രകാരം പറഞ്ഞു, അല്ല, ഇവയൊന്നും എനിക്കാകണ്ട, എനിക്ക് മരിച്ച് സ്വർഗത്തിലെത്താനാണ് ആഗ്രഹം. ലൂർദിൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട വിശുദ്ധ ബർണദീത്ത പ്രകാരം പറയുന്നു, സ്വർഗമാണ് എൻ്റെ ഭവനം. അവിടെ എത്തുന്നതിന് ഞാൻ എല്ലാ ശ്രമവും ചെയ്തുകൊണ്ടിരിക്കും. അവിടെ എൻ്റെ അമ്മയെ ഞാൻ സർവ്വപ്രഭയിലും കാണും. വിശുദ്ധ സെലിഗിരിൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭർത്താവും കുട്ടികളും എന്നേക്കാൾ ഉന്നതമായ മഹിമയോടെ ഇരിക്കുന്നത് കാണുന്നതിലാണ് എൻ്റെ സന്തോഷം. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ നിറഞ്ഞ വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുകയാണ്, എനിക്കാദ്യമായി വായിക്കാൻ കഴിഞ്ഞ വാക്ക് സ്വർഗമെന്നുള്ളതായിരുന്നു. വിശുദ്ധ ജിയന്ന മരിച്ചപ്പോൾ സഹോദരൻ ഫാദർ ആൽബർട്ടോ ഇങ്ങനെ എഴുതി, ജിയന്നായെ ഓർത്ത് നാം ഇനി കരയേണ്ട. പർദീസ ആഘോഷത്തിലാണ്. ഭൂമിയിൽ നിന്ന് ചെന്ന പുതിയൊരു നക്ഷത്രം അവിടെ ദൈവസന്നിധിയിൽ പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അതിന് കാരണം. ആധുനിക ലോകത്തെ വിശുദ്ധനായ കാർലോ അക്വിറ്റസ് ഇങ്ങനെ പറയുമായിരുന്നു, നിത്യമായവയിലായിരിക്കണം നമ്മുടെ ലക്ഷ്യം, കടന്നു പോകുന്നവയിലായിരിക്കരുത്. നിത്യസ്വർഗമാണ് നമ്മുടെ ജന്മദേശം. സ്വർഗം നമ്മെ എല്ലാവരെയും കാത്തിരിക്കുന്നു. വിശുദ്ധരെല്ലാവരും നന്നായി ആരംഭിച്ചവരല്ല, എന്നാൽ നന്നായി അവസാനിപ്പിച്ചവരാണ്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതവും നന്നായി അവസാനിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.